നമസ്കാരം. സ്വാഗതം. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ലേഖനങ്ങള്, പിന്നെ റിപ്പോർട്ടുകള്, നിങ്ങളുടെ സ്വന്തം നോട്ടുകള്, ഇതെല്ലാം വെച്ച് നമ്മൾ ഇന്ന് ഒരു വിഷയം ശരിക്കും പറഞ്ഞാല് ഒന്ന് കീറി മുറിച്ചു പരിശോധിക്കാൻ പോവാണ്. എഴുത്ത്, കഥ പറച്ചിൽ, സിനിമ. ഈ സർഗാത്മക ലോകത്തെ ആകെ ഡിജിറ്റൽ ടെക്നോളജി എങ്ങനെയാണ് തലകീഴായി മറിച്ചത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. പണ്ടൊക്കെ ഒരു പുസ്തകം ഇറക്കണമെങ്കിൽ പ്രസാധകരുടെ പിന്നാലെ നടന്ന് ചെരുപ്പ് തേയണമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ആമസോണിൽ ആർക്കു വേണമെങ്കിലും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാം. അതുപോലെ ഒരു സിനിമ എടുക്കാൻ വലിയ സ്റ്റുഡിയോകൾ വേണമായിരുന്നു. ഇന്നൊരു വെബ് സീരീസിലൂടെ നെറ്റ്ഫ്ലിക്സിൽ ആർക്കും താരമാകാം. അപ്പോ ഈ പുതിയ ഡിജിറ്റൽ ലോകം തുറന്നു തരുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? ഇതിലെ ഒരു പക്ഷേ ചതിക്കുഴികൾ എന്തൊക്കെയാവാം? നമുക്ക് വിശദമായി തന്നെ നോക്കാം. നമുക്ക് എഴുത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു പണ്ടത്തെ ഏതൊരു എഴുത്തുകാരന്റെയും ഏറ്റവും വലിയ സ്വപ്നവും, ചിലപ്പോൾ പേടി സ്വപ്നവും. എത്രയോ നല്ല എഴുത്തുകൾ ആ പ്രസാധകരുടെ മേശകളിൽ നിന്ന് ചവറ്റുകൊട്ടയിലേക്ക് പോയിട്ടുണ്ടാകും, അല്ലേ? തീർച്ചയായും അതൊരു വലിയ കടമ്പ തന്നെയായിരുന്നു. ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികളാണ് ഓരോ വർഷവും പ്രസാധകരുടെ ഓഫീസിലെത്തുന്നത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവ വളരെ കുറച്ചാണ്. പലപ്പോഴും കച്ചവട സാധ്യത മാത്രം നോക്കിയാണ് ആ തിരഞ്ഞെടുപ്പ്. ഈയൊരു സാഹചര്യത്തെയാണ് ആമസോൺ കിൻഡിൽ ഡയറക്ട് പബ്ലിഷിംഗ് അല്ലെങ്കിൽ KDP പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ശരിക്കും പറഞ്ഞാൽ മാറ്റിമറിച്ചത്. അതൊരു വിപ്ലവം തന്നെയായിരുന്നു. നിങ്ങളുടെ കയ്യിലൊരു കഥയുണ്ടെങ്കിൽ ഒരു പ്രസാധകന്റെയും ഔദാര്യമില്ലാതെ അത് ലോകത്തിനു മുന്നിലെത്തിക്കാം എന്നൊരവസ്ഥ വന്നു. അമീഷ് ത്രിപാഠിയെയും അശ്വിൻ സംഘിയെപ്പോലുള്ള വലിയ എഴുത്തുകാർ പോലും അവരുടെ കരിയർ തുടങ്ങിയത് ഇങ്ങനെ സ്വന്തമായി പുസ്തകം പ്രസിദ്ധീകരിച്ചാണ്. ശരിയാണ്. അതായത് എഡിറ്ററുടെയും പ്രസാധകന്റെയും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് കഥ മാറ്റിയെഴുതേണ്ട, കവർ ഡിസൈൻ മാറ്റേണ്ട, എല്ലാ നിയന്ത്രണവും എഴുത്തുകാരന്റെ കയ്യിൽ തന്നെ വരുന്നു. പക്ഷേ ഈ പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു കെണി കൂടിയല്ലേ? ഒരു എഡിറ്ററുടെയോ പ്രസാധകന്റെയോ മേൽനോട്ടമില്ലാതെ ആർക്കും എന്തും പ്രസിദ്ധീകരിക്കാമെന്ന് വരുമ്പോൾ പുസ്തകങ്ങളുടെ നിലവാരം കുറയില്ലേ? ആമസോണിലെ 10-9 പുസ്തകങ്ങളും വായിക്കാൻ കൊള്ളാത്തവയാണെന്നൊരു ആക്ഷേപം നിങ്ങളുടെ ഈ രേഖകളിൽ തന്നെ ഞാൻ കണ്ടിരുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തീർച്ചയായും ആ ഒരു പ്രശ്നമുണ്ട്. നിലവാരം കുറഞ്ഞ, എഡിറ്റിംഗ് പോലും ശരിക്ക് ചെയ്യാത്ത ഒരുപാട് പുസ്തകങ്ങൾ സെൽഫ് പബ്ലിഷിംഗ് വഴി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മറുപുറം എന്താണെന്ന് വച്ചാൽ ഇവിടെ ഗേറ്റ് കീപ്പർമാർ മാറുന്നു എന്നതാണ്. ഗേറ്റ് കീപ്പർമാർ? അതെ, പണ്ട് പ്രസാധകരായിരുന്നു ഗേറ്റ് കീപ്പർമാർ. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് വായനക്കാർ തന്നെയാണ് പുതിയ ഗേറ്റ് കീപ്പർമാർ. ഒരു പുസ്തകം നല്ലതാണെങ്കിൽ ആളുകളത് വായിക്കും, നല്ല റിവ്യൂ എഴുതും, മറ്റുള്ളവരോട് പറയും. ആ പുസ്തകം പതിയെ മുകളിലേക്ക് വരും. മോശം പുസ്തകങ്ങൾ ആരും ശ്രദ്ധിക്കാതെ താഴെ പോകും. അതായത് മാർക്കറ്റ് സ്വയം ഒരു ഫിൽറ്ററായി മാറുന്നു. ഇത് കുറച്ചുകൂടി ജനാധിപത്യപരമായ ഒരു രീതിയല്ലേ? അത് ശരിയാണ്. വായനക്കാർ തന്നെ വിധികർത്താക്കളാകുന്നു. പിന്നെ ഇതിലെ പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന ആശയവും ഗംഭീരമാണ്. പണ്ടൊക്കെ 1000 കോപ്പി അച്ചടിച്ചു വിൽക്കാൻ പറ്റാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. അതെ, തുടക്കത്തിലും വലിയൊരു തുക മുടക്കി പുസ്തകം അച്ചടിക്കേണ്ട ഭാരം എഴുത്തുകാരനില്ല. ഒരാൾ ഓൺലൈനായി ഓർഡർ ചെയ്യുമ്പോൾ മാത്രം ഒരു കോപ്പി പ്രിന്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇത് സാമ്പത്തികമായ റിസ്ക് അത് പൂർണ്ണമായി ഇല്ലാതാക്കി. ഇന്ത്യയിലിരുന്ന് ഒരു സാധാരണക്കാരന് വെറും പാൻ കാർഡ് വിവരങ്ങൾ നൽകി ഒരു അക്കൗണ്ട് തുടങ്ങി 72 മണിക്കൂറിനുള്ളിൽ തന്റെ പുസ്തകം ലോകം മുഴുവൻ ലഭ്യമാക്കാൻ കഴിയുന്നു. അതിന്റെ വിലയും റോയൽറ്റിയും സ്വയം തീരുമാനിക്കാം. ഇത് ഒരു 10 വർഷം മുൻപ് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അപ്പൊ പുസ്തകങ്ങളുടെ ലോകത്ത് നിന്ന് പുറത്തു കടന്നാൽ ഈ എഴുത്തിന്റെ രൂപം തന്നെ മാറുന്നുണ്ടല്ലോ. പുസ്തകങ്ങൾ മാത്രല്ല, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പുകളിൽ പോലും എഴുത്തിന്റെ പ്രാധാന്യം കൂടുകയാണ്. തീർച്ചയായും. അതിനെ UX റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് യൂസർ എക്സ്പീരിയൻസ് റൈറ്റിംഗ്. നിങ്ങൾ നൽകിയ ഒരു ലേഖനത്തിൽ വളരെ രസകരമായൊരു ഉദാഹരണമുണ്ട്. ഒരു ആപ്പിൽ നമ്മുടെ വിവരങ്ങൾ ചോദിക്കുന്ന പേജ്. അവിടെ നിങ്ങളുടെ വിവരങ്ങൾ നൽകുക എന്നെഴുതുന്നതിന് പകരം നിങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാമോ എന്നെഴുതുമ്പോൾ ആ ആപ്പിനോട് നമുക്ക് തോന്നുന്ന അടുപ്പം തന്നെ മാറും. ആ ചെറിയൊരു വാചകത്തിന്റെ വ്യത്യാസം ഒരു വലിയ മാറ്റമുണ്ടാക്കും. അതാണ് എഴുത്തിന്റെ ശക്തി. ഇന്ന് വീഡിയോ ഗെയിമുകൾക്കു വേണ്ടി കഥ എഴുതുന്ന വലിയൊരു വിഭാഗം തന്നെയുണ്ട്. കഥ പറച്ചിലിന്റെ രീതികളും മാറുകയാണ്. വായനക്കാരന് കഥയുടെ ഭാഗമാകാൻ അവസരം കിട്ടുന്നു. ഇന്ററാക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ പറയുന്നില്ലേ? ട്വൈൻ, സ്കേലാർ പോലുള്ള ടൂളുകളെക്കുറിച്ച് ഈ രേഖകളിൽ പറയുന്നുണ്ട്. സാധാരണക്കാരനത് എന്താണെന്ന് അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ലളിതമായി പറയാം, ഇതൊരു പുസ്തകം വായിക്കുന്നത് പോലെയല്ല,
ഒരു ഗെയിം കളിക്കുന്നത് പോലെയാണ്. ഉദാഹരണത്തിന്, ട്വൈൻ ഉപയോഗിച്ചൊരു കഥ എഴുതുമ്പോൾ ഒരു പ്രത്യേക ഭാഗം എത്തുമ്പോൾ സ്ക്രീനിൽ 2 ഓപ്ഷനുകൾ വരും. നായകൻ ഇരുട്ടുള്ള ഗുഹയിലേക്ക് കയറണോ അതോ പേടിച്ച് തിരിച്ചു പോകണോ? ഓക്കെ. വായനക്കാരൻ ഗുഹയിലേക്ക് കയറണമെന്നതിൽ ക്ലിക്ക് ചെയ്താൽ കഥ ഒരു വഴിക്ക് പോകും. തിരിച്ചു പോകണമെന്ന് ക്ലിക്ക് ചെയ്താൽ കഥ മറ്റൊരു വഴിക്ക് പോകും. ഓരോ വായനക്കാരനും അവരവരുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ സ്വന്തമായൊരു കഥാനുഭവം ഉണ്ടാക്കിയെടുക്കുകയാണ്. ടെക്സ്റ്റും ചിത്രങ്ങളും ഓഡിയോയും വീഡിയോയുമെല്ലാം ചേർന്ന ഒരു പുതിയ അനുഭവമാണിത്. ഇത് വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതാക്കുകയാണ്. വായനക്കാരൻ കഥയുടെ ഒരു ഭാഗമായി മാറുന്നു. ഇതേ ആശയം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നല്ലേ വാട്ട്പാഡ്, ഫാൻ ഫിക്ഷൻ നെറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ? അതെ, അവിടെ വായനക്കാർ വെറും കാഴ്ചക്കാരല്ല, അവർ സഹ എഴുത്തുകാരാണ്. തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു സിനിമയിലെ കഥാപാത്രങ്ങളെ വെച്ച് പുതിയ കഥകൾ എഴുതാം. സിനിമയുടെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റി എഴുതാം. മറ്റൊരാൾ എഴുതിയ കഥയ്ക്ക് തുടർച്ച എഴുതാം. ഇതൊരു കൂട്ടായ്മയുടെ എഴുത്താണ്. ഓരോരുത്തരും അവരവരുടെ ഭാവനകൾ ചേർത്തുവെച്ച് ഒരു വലിയ ലോകം തന്നെ സൃഷ്ടിക്കുന്നു. ഇത് സർഗാത്മകതയുടെ പുതിയൊരു തലമാണ് തുറന്നു തരുന്നത്. എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ഈ അതിർവരമ്പുകൾ മായുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതേ ആശയം കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ ചിന്തിച്ചാൽ നിർമ്മാതാവും പ്രേക്ഷകനും തമ്മിലുള്ള അതിർവരമ്പുകളും ഇന്ന് ഇല്ലാതാവുകയല്ലേ? അതാണല്ലോ OTT പ്ലാറ്റ്ഫോമുകൾ ശരിക്കും ചെയ്യുന്നത്. കൃത്യമായ നിരീക്ഷണമാണ്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം മുതൽ നമ്മുടെ നാട്ടിലെ ആഹാ, C5 വരെ സിനിമ കാണുന്ന രീതിയെ തന്നെ അവർ മാറ്റിമറിച്ചു. വെള്ളിയാഴ്ച തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ശീലത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറി. ശരിയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലം ഇതിനൊരു വലിയ ഉത്തേജനമായി. ഇഷ്ടമുള്ള പരിപാടി, ഇഷ്ടമുള്ള സമയത്ത്, ഇഷ്ടമുള്ള ഉപകരണത്തിൽ, പരസ്യമില്ലാതെ കാണാനുള്ള സൗകര്യം, അത് ആളുകളെ ആകർഷിച്ചു. എനിക്കിതിലെ ഏറ്റവും രസകരമായി തോന്നിയത് വെബ് സീരീസുകൾ കഥാപാത്രങ്ങളെ കാണിക്കുന്ന രീതിയാണ്. ഒരു 2 മണിക്കൂർ സിനിമയില് ഒരു കഥാപാത്രത്തിന്റെ തുടക്കവും ഒടുക്കവും വളർച്ചയുമെല്ലാം കാണിക്കണം. പക്ഷേ പഞ്ചായത്ത് പോലുള്ള സീരീസുകളില് കഥാപാത്രത്തിന്റെ വളർച്ചയല്ല, മറിച്ച് അയാളുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിന്റെ അനുഭവത്തിനാണ് പ്രാധാന്യം, അല്ലേ? ഓരോ എപ്പിസോഡും അയാളുടെ ജീവിതത്തിലെ മറ്റൊരു ദിവസം മാത്രമാണ്. ഇത് സിനിമയ്ക്ക് തരാൻ പറ്റാത്തൊരുതരം അടുപ്പം പ്രേക്ഷകനുമായി ഉണ്ടാക്കുന്നുണ്ട്. വളരെ ശരിയാണ്. ആഴത്തിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ വെബ് സീരീസുകൾ എഴുത്തുകാർക്ക് വലിയ സ്വാതന്ത്ര്യം നൽകി. സിനിമയിൽ 2 or 3 സീനിലൊടുങ്ങിപ്പോകുമായിരുന്ന ഒരു സഹനടന് വെബ് സീരീസിൽ സ്വന്തമായൊരു കഥയുണ്ടാകും. അതുപോലെ മുഖ്യധാര സിനിമകൾ സംസാരിക്കാൻ മടിക്കുന്ന വിഷയങ്ങൾ, മാനസികാരോഗ്യം, ജാതി, ലിംഗരാഷ്ട്രീയം, ഇവയെല്ലാം വളരെ ധൈര്യപൂർവ്വം OTTയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രേക്ഷകരും അത്തരം ഉള്ളടക്കത്തെ സ്വീകരിക്കുന്നുമുണ്ട്. നിങ്ങൾ മണി ഹെയ്സ്റ്റ് എന്ന സ്പാനിഷ് സീരീസിന്റെ കാര്യം ഈ രേഖകളിൽ കണ്ടു. അത് വലിയ ഹിറ്റായി, ലോകം മുഴുവൻ കണ്ടു. പക്ഷേ അതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ലേ? ഇപ്പോഴും ഹോളിവുഡ് സിനിമകൾക്ക് കിട്ടുന്ന ഒരു ആഗോള സ്വീകാര്യത ഒരു സ്പാനിഷ് സിനിമയ്ക്കോ ഒരു കൊറിയൻ സിനിമയ്ക്കോ, എന്തിന് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് പോലും കിട്ടുന്നുണ്ടോ? ഭാഷ ഇപ്പോഴും ഒരു വലിയ തടസ്സമല്ലേ? ആ വാദത്തിൽ കഴമ്പുണ്ട്. ഹോളിവുഡിന്റെ ആധിപത്യം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷേ ആ കോട്ടയ്ക്ക് വലിയ ഇളക്കം തട്ടിയിട്ടുണ്ട്. ശരി. മണി ഹെയ്സ്റ്റ് ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം എത്രയോ കൊറിയൻ ഡ്രാമകൾ ലോകം മുഴുവൻ തരംഗമായി. സ്ക്വിഡ് ഗെയിം അതിലൊരു ഉദാഹരണം മാത്രം. ഇന്ന് സബ്ടൈറ്റിലുകളും ഡബ്ബിങ്ങും വളരെ മികച്ചതാണ്. നല്ല കഥയുണ്ടെങ്കിൽ അത് ഏത് ഭാഷയിലാണെന്നത് ഒരു പ്രശ്നമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് വേണ്ടത് നല്ല ഉള്ളടക്കമാണ്. അത് എവിടെ നിന്ന് വരുന്നു എന്നത് അവർക്ക് പ്രശ്നമല്ല. ആ ഒരു മാറ്റം വളരെ വലുതാണ്. ഇതൊക്കെ വലിയ പ്രൊഡക്ഷൻ ഹൗസുകളുടെയും കോടികളുടെയും കളിയാണ്. പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരന് കയ്യിലൊരു ക്യാമറയോ നല്ലൊരു മൈക്കോ ഉണ്ടെങ്കിൽ അവനും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാം. അതാണല്ലോ വ്ലോഗുകളുടെയും പോഡ്കാസ്റ്റുകളുടെയും ലോകം. അതെ, അതാണ് ഈ വിപ്ലവത്തിന്റെ അടുത്ത ഘട്ടം. ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന വ്ലോഗർമാരുണ്ട്. അവർ നമ്മുടെ സംസാര ഭാഷയെ വരെ സ്വാധീനിക്കുന്നുണ്ട്. വൈബ്സ്,
സീൻ, അഡൽട്ടിംഗ് ഉള്ള വാക്കുകളൊക്കെ ഇന്ത്യൻ യുവത്വത്തിനിടയിൽ ഇത്രയധികം പ്രചാരത്തിലായത് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അതുപോലെയാണ് ഓഡിയോ ബുക്കുകൾ. നമ്മൾ പണ്ട് മുത്തശ്ശിമാരിൽ നിന്ന് കഥകൾ കേട്ട് വളർന്ന ഒരു സംസ്കാരമാണ്. ആ ഒരു വാമൊഴി പാരമ്പര്യത്തെ ടെക്നോളജിയുടെ സഹായത്തോടെ തിരികെ കൊണ്ടുവരികയാണ് ഓഡിയോ ബുക്കുകൾ. യാത്ര ചെയ്യുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴുമൊക്കെ പുസ്തകങ്ങൾ കേൾക്കാം. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. വ്ളോഗിംഗ്, അതായത് വീഡിയോ കണ്ടന്റ്, കേരളത്തിൽ ഇത്രയധികം ജനകീയമായി. പക്ഷേ എന്തുകൊണ്ടാണ് പോഡ്കാസ്റ്റുകൾക്ക്, ഓഡിയോ കണ്ടന്റിന് ഇപ്പോഴും അത്രയധികം ഒരു വേരോട്ടം കിട്ടാത്തത്? നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖകളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ഈ രേഖകൾ അതിന് നേരിട്ടുത്തരം നൽകുന്നില്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ അനുമാനിക്കാം. ഒന്ന്, നമ്മുടെ സമൂഹം കൂടുതൽ കാഴ്ചയെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ്. ഒരു വിഷ്വൽ കൾച്ചർ. കാണുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ട്, ഡാറ്റയുടെ ഉപയോഗം. ഒരു വീഡിയോ കാണുന്നതിനേക്കാൾ കുറഞ്ഞ ഡാറ്റ മതി ഒരു പോഡ്കാസ്റ്റ് കേൾക്കാൻ. പക്ഷേ ഡാറ്റ വില കുറഞ്ഞതോടെ ആ വ്യത്യാസം അപ്രസക്തമായി. ശരിയാണ്. ശരി. പിന്നെ പോഡ്കാസ്റ്റ് കേൾക്കാൻ കുറച്ചുകൂടി ക്ഷമയും ശ്രദ്ധയും വേണം. ഒരു വീഡിയോ പോലെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അതിന് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ ട്രെൻഡ് പതിയെ മാറുന്നുണ്ട്. ആളുകൾ തിരക്കിട്ട ജീവിതത്തിനിടയിൽ മറ്റു ജോലികൾ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്ന കണ്ടന്റിനു വേണ്ടി തിരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് പോഡ്കാസ്റ്റുകളുടെ ഭാവി. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു പുസ്തകം എഴുതുന്ന ആൾ മുതൽ ഒരു സിനിമ എടുക്കുന്ന സംവിധായകൻ വരെ, സ്വന്തമായി പാചക വീഡിയോ ചെയ്യുന്ന ഒരാൾ വരെ, സർഗാത്മകതയുടെ വാതിലുകൾ ഇന്ന് എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ്. ഇതിലെ പ്രധാന വാക്ക് ജനാധിപത്യവൽക്കരണം അല്ലെങ്കിൽ ഡെമോക്രറ്റൈസേഷൻ എന്നതാണ്. പണ്ട് അധികാരം പ്രസാധകരിലും സിനിമാ സ്റ്റുഡിയോകളിലും TV ചാനലുകളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്നു. ഇന്ന് ആ അധികാരം സാധാരണക്കാരായ വ്യക്തികളിലേക്കും ചെറിയ കൂട്ടായ്മകളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുകയാണ്. നിങ്ങൾ നൽകിയ ഈ രേഖകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ലോകത്തോട് പറയാൻ ഒരു നല്ല കഥയുണ്ടെങ്കിൽ അതിന് തീർച്ചയായും ഒരു വേദി ഈ ഡിജിറ്റൽ ലോകത്ത് കണ്ടെത്താൻ സാധിക്കും. ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ബാക്കി വെക്കുകയാണ്. നമ്മൾ സംസാരിച്ച ഈ മാറ്റങ്ങളെല്ലാം മനുഷ്യർ കൊണ്ടുവന്നതാണ്. എന്നാൽ ഈ രേഖകളിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ചും, അതായത് AI, പിന്നെ മെഷീൻ ലേണിംഗിനെക്കുറിച്ചും സൂചനകളുണ്ട്. ഒരു ബട്ടൺ അമർത്തിയാൽ കഥകളും കവിതകളും ചിത്രങ്ങളും വരെ AI ഉണ്ടാക്കിത്തരുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് പുതിയ അവസരങ്ങൾ തുറക്കുമ്പോൾ തന്നെ ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആരാണ് യഥാർത്ഥ സ്രഷ്ടാവ്? എന്താണ് മൗലികത? AI കൂടുതൽ ശക്തമാകുമ്പോൾ ഒരു ക്രിയേറ്റർ എന്ന വാക്കിന്റെ നിർവചനം തന്നെ എന്തായി മാറും? മനുഷ്യന്റെ സർഗാത്മകതയും യന്ത്രത്തിന്റെ സർഗാത്മകതയും തമ്മിൽ നമ്മൾ എവിടെയാണ് അതിർവരമ്പ് വരയ്ക്കുക? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുമായിരിക്കും.